പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ആനുവൽ ഇവാലുവേഷൻ 7ാം ക്ലാസ് കേരള പാഠാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ആണല്ലേ. അപ്പോൾ അതേപോലെ പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. അതിന് താഴെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യാം. നോക്കാം, വായിക്കാം, എഴുതാം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ 1865 മരിച്ച വിവരം ഇന്ത്യയിൽ അറിയാൻ 3 മാസക്കാലം വേണ്ടിവന്നു. വിവരങ്ങൾ അറിയാൻ 180 വർഷം മുമ്പ് എത്ര സമയം വേണ്ടി വന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം. പത്രം, റേഡിയോ, ടെലിഫോൺ എന്നിവയൊന്നും ഇല്ലാത്ത കാലത്തെ അവസ്ഥ അതായിരുന്നു. പരിശീലനം നൽകിയ പ്രാവുകളെ ഉപയോഗിച്ചായിരുന്നു വൻകരകളിൽ നിന്ന് വൻകരകളിലേക്ക് അക്കാലത്ത് സന്ദേശങ്ങൾ അയച്ചിരുന്നത്. മനുഷ്യൻ വികസിപ്പിച്ച ആദ്യത്തെ അതിവേഗ വാർത്താവിനിമയ സംവിധാനമായിരുന്നു ടെലഗ്രാഫ്. സാമുവൽ മോഴ്സ് ആണ് ഈ സങ്കേതം കണ്ടെത്തിയത്. ഇപ്പോൾ ഈ സംവിധാനം ഉപയോഗത്തിൽ ഇല്ലാതായി. ഇന്റർനെറ്റ് നിലവിൽ വന്നതോടെ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കും ടൈപ്പ് ചെയ്തതും ദൃശ്യരൂപത്തിലുള്ളതും ശബ്ദരൂപത്തിലുള്ളതുമായ സന്ദേശങ്ങൾ അതിവേഗത്തിൽ അയക്കാവുന്ന ഇമെയിൽ വിലാസവും ID, അതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനായി ഒരു അടയാളവാക്കും പാസ്വേഡ് ഉണ്ടായിരിക്കണം. അടയാളവാക്കാണ് പാസ്വേഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം സാങ്കേതിക വിദ്യയുടെ വിപ്ലവകരമായ മുന്നേറ്റമാണ്. ഇതിൽ പറയുന്നത് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ 1865 മരിച്ച വിവരം ഇന്ത്യയിൽ അറിയാൻ 3 മാസക്കാലം വേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ഒരു 180 വർഷം മുമ്പ് എത്ര സമയം നമ്മുടെ ലോകത്തുള്ള ഒരു വിവരം അറിയാൻ വേണ്ടി എടുത്തു എന്നാണ്. പിന്നീട് വരും കാലഘട്ടങ്ങളിൽ ഓരോ കണ്ടുപിടുത്തങ്ങളിലൂടെ എല്ലാം എന്തിന്റെയും സമയം ദൈർഘ്യം കുറഞ്ഞു വന്നു. പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ പത്രം, റേഡിയോ, ടെലിഫോൺ ഇതൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല അല്ലെ. ആദ്യം പ്രാവുകൾ ഉപയോഗിച്ചായിരുന്നു. പിന്നീട് അതിനൊരു മാറ്റം വന്നാണ് ടെലഗ്രാഫ് അല്ലെ. അത് കണ്ടുപിടിച്ചത് സാമുവൽ മോഴ്സ് ആണ്. പിന്നീട് ഇന്റർനെറ്റ് നിലവിൽ വന്നു. ഇപ്പൊ എല്ലാം നമുക്ക് പെട്ടെന്ന് എല്ലാം നമ്മുടെ മുന്നിലേക്ക് എത്തും അല്ലെ. സാങ്കേതിക വിദ്യയുടെ ഒരു വിപ്ലവകരമായ മുന്നേറ്റത്തെ കുറിച്ചാണ് ഈ പാരഗ്രാഫിൽ തന്നിരിക്കുന്നത്. ഇത് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. മനുഷ്യൻ വികസിപ്പിച്ച ആദ്യത്തെ അതിവേഗ വാർത്താവിനിമയ സങ്കേതം ഏതാണ്? നമ്മളിപ്പോ പറഞ്ഞു, ഓപ്ഷൻ D ടെലഗ്രാഫ് ആയിരുന്നു. B പത്രം, റേഡിയോ, ടെലിഫോൺ എന്നിവയൊന്നും നിലവിലില്ലാതിരുന്ന കാലത്ത് വൻകരകളിൽ നിന്ന് വൻകരകളിലേക്ക് സന്ദേശം അയച്ചിരുന്ന രീതി ഏതായിരുന്നു? എങ്ങനെയായിരുന്നു? പരിശീലനം നൽകിയ പ്രാവുകളെ ഉപയോഗിച്ചായിരുന്നു. നമ്മളത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഇനി മൂന്നാമത്തെ C ക്വസ്റ്റ്യൻ, ഇമെയിൽ നിലവിൽ വന്നത് ഏത് സംവിധാനത്തിന്റെ വരവോട് കൂടിയാണ്? ഇമെയിൽ നിലവിൽ വന്നത്? B ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയാണ്. D ഇമെയിലിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്താനുള്ള സംവിധാനം എന്താണ്? രഹസ്യമായിട്ട് വെക്കണമെങ്കിൽ നമുക്ക് എന്താണ്? പാസ്വേഡ്, അടയാളവാക്ക് വേണം. ഇനി E ഇപ്പോൾ നിലവിലുള്ള അതിവേഗ വാർത്താവിനിമയ സംവിധാനങ്ങളിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഇമെയിൽ, വാട്സപ്പ് സന്ദേശങ്ങൾ, ടെലഗ്രാഫ്, സ്പീഡ് പോസ്റ്റ്. ഏതാണ് ഇത്രയും വേഗം എത്തുന്നത്? ഏതാണ്? ഇമെയിലും വാട്സപ്പ് സന്ദേശങ്ങളും അല്ലെ. ടെലഗ്രാഫിന് ഇച്ചിരി സമയം എടുക്കും, സ്പീഡ് പോസ്റ്റിനായാലും കുറച്ച് 2-3 ദിവസം എടുക്കും. പക്ഷെ വാട്സപ്പും ഇമെയിലൊക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ എത്തിയിരിക്കും അല്ലെ, നിമിഷ നേരം കൊണ്ട് എത്തിയിരിക്കും. അപ്പൊ ഓപ്ഷൻ C 1ഉം 2ഉമാണ് ശരി. രണ്ടാമത്തെ അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗത്ത് സുഗതകുമാരി മൂന്നാറിലെ മലനിരകളിൽ കുറിഞ്ഞു പൂക്കുന്ന അനുഭവം വിവരിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ കണ്ട ഒരു പ്രകൃതി ദൃശ്യത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. പ്രകൃതി ദൃശ്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, കുറിഞ്ഞു പൂത്ത അനുഭവമാണ് വിവരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ കണ്ടുന്ന മലനിരകളിലൊക്കെ എന്തെങ്കിലും കാണുന്നതോ അല്ലെങ്കിൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു മൃഗക്കൂട്ടങ്ങളെ അല്ലെ, മാനുകളെ, കലമാനുകളെ, പ്രകൃതി ദൃശ്യമായിരിക്കണം കേട്ടോ. പിന്നെ കുളത്തിൽ താമരകൾ വിരിഞ്ഞിരിക്കുന്നത്, പിന്നെ കുട്ടനാട്ടിൽ അല്ലെ ബോട്ടുകളുടെ കായലിൽ കൂടെ ബോട്ടൊക്കെ പോകുന്നതിനെ കുറിച്ചും ഒക്കെ ഒരു കായലിന്റെ ഭംഗിയും കടലിന്റെ ഭംഗിയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിച്ചല്ലേ. കായല്, കടല്, പൂന്തോട്ടം ഇങ്ങനെയുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു മലനിരകളെ കുറിച്ച്, മഞ്ഞ് ഇത് നിൽക്കുന്നതിനെ കുറിച്ച്, മഴ പെയ്തതിനെ കുറിച്ച് ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രകൃതി ദൃശ്യത്തെ കുറിച്ച് അത് എത്ര ഭംഗിയായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ B ക്വസ്റ്റ്യൻ, എനിക്ക് അടി കിട്ടുമെന്ന് പേടിച്ചല്ല ഞാൻ ഇതുവരെ ഈ വിവരം വാപ്പയോട് പറയാഞ്ഞത്. അല്ലെങ്കിൽ ബാപ്പയോട് പറയാതിരിക്കാനുള്ള കാരണം, സാറയ്ക്ക് അടി കിട്ടുമെന്ന പേടിക്കൊണ്ട് പുതിയ ഷൂസ് അദ്ദേഹത്തിന് വാങ്ങിത്തരാൻ കഴിയാത്തതുകൊണ്ട്, സാറയുടെ ഷൂസ് മറ്റൊരു കുട്ടിക്ക് നൽകിയത് കൊണ്ട്, അലിക്ക് അടിയെ പേടിയില്ലാത്തത് കൊണ്ട്. ഏതാണ്? രണ്ടാമത്തെയാണ് ശരി. പുതിയ ഷൂസ് അദ്ദേഹത്തിന് വാങ്ങിത്തരാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പൊ 2 മാത്രമാണ് ശരി. ഓപ്ഷൻ B ആണ്. ഇനി രണ്ടാമത്തെ C ക്വസ്റ്റ്യൻ,
കാര്യം പറയുന്നു. ഉത്തരം തേടിയിട്ടൊടുവിൽ നീ നേടി വന്നാലും നിന്നെ ഈ അമ്മ ഉമ്മ വയ്ക്കും. നേടാതെ വന്നാലും ഉമ്മ വയ്ക്കും. ആ, നീ ഉത്തരം തേടിയിട്ട് നീ വന്നാലും, നിനക്ക് ഉത്തരം കിട്ടിയിട്ട് നീ വന്നാലും നിന്നെ ഞാൻ ഉമ്മ വയ്ക്കും. നിനക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഉമ്മ വയ്ക്കും. കാരണം ഉത്തരം ഇനി മണ്ടത്തരമാണെന്നാകിലും കുഞ്ഞുമീനിനെ കുറിച്ച് അമ്മയ്ക്ക് പെരുത്ത അഭിമാനമുണ്ട്. അവന്റെ ഉത്തരം മണ്ടത്തരമാണെങ്കിലും കുഞ്ഞുമീനിനെ കുറിച്ച് അമ്മയ്ക്ക് ഒരുപാട് അഭിമാനമുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവനെ ഉമ്മ വയ്ക്കും എന്ന് പറയുന്നത്. ഇതില് കാര്യവും കാരണവും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കാര്യവും കാരണവും ശരി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ്. സിനിമ ഇഷ്ടപ്പെടാത്ത കൂട്ടുകാർ ഇല്ലല്ലോ. ചെറുതിരയിൽ തെളിയും വലിയൊരു ലോകം എന്ന യൂണിറ്റിൽ സിനിമ എന്ന മാധ്യമത്തെ കുറിച്ചാണല്ലോ പരാമർശിക്കുന്നത്. നിങ്ങൾ കണ്ടതിൽ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയെ കുറിച്ച് ആസ്വാദനം തയ്യാറാക്കുക. നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ആ സിനിമയുടെ തിരക്കഥാകൃത്ത് സംവിധായകൻ ആരാണെന്നോ അതൊക്കെ അറിയാമെങ്കിൽ അത് എഴുതാം. അതിലെ നായകൻ ആരാണ്, നായിക ആരാണ്, അതിൽ ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്, അതിൽ ഇഷ്ടപ്പെട്ട സീൻ ഏതാണ്, അതിലെ കഥ എന്താണ്, പിന്നെ അത് സംവിധാനം ചെയ്ത ആരാണ്, നിർമ്മിച്ചത് ആരാണ്, പിന്നെ അതിലെ കഥാപാത്രങ്ങൾ വേറെ ആരൊക്കെയാണ്, നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നതാണ് ആസ്വാദനം സിനിമയെ കുറിച്ച് ആസ്വാദനം തയ്യാറാക്കാനാണ്. മൂന്നാമത്തെ ബി ക്വസ്റ്റ്യൻ പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാണ്. പ്രതികരണ കുറിപ്പ്. ഈ ചിത്രം പകർന്നു നൽകുന്ന ആശയം എന്താണ്? പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക. മക്കളെ, ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വളരെ അധികം അപകടകരമായ ഒരു സ്ഥലത്ത് നിന്ന് സെൽഫി എടുക്കുമ്പോൾ ഒരു പാറക്കെട്ടിന് മേളിൽ നിന്ന് സെൽഫി എടുക്കുമ്പോൾ പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് വീഴുന്നതാണ്, കൊക്കയിലേക്ക് വീഴുന്ന പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അല്ലേ, നമ്മൾ ഒരുപാട് ഈ ന്യൂസുകളിൽ വായിക്കുന്നുണ്ട്, പത്രവാർത്തകളിൽ ദിവസവും വായിക്കുന്നതാണ്. സെൽഫി എടുക്കുന്നതിന്റെ അപകടത്തിൽപ്പെട്ടു മരിച്ചു, പുഴയിൽ വീണ് മരിച്ചു, പുഴയുടെ തീരത്തും പുഴയ്ക്കയുടെ അപകടകരമായ സ്ഥലങ്ങളിലും മലയ്ക്ക് മുകളിലും ഒക്കെ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരം സെൽഫികൾ എടുക്കുന്നത്. അപ്പോൾ അത്തരം സെൽഫികൾ എടുക്കുന്നത് നമുക്ക് നല്ലതല്ല അല്ലെ, നമ്മുടെ മരണത്തിന് വരെ കാരണമാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നൽകുന്ന ആശയം എന്ന് പറയുന്നത് അപകടകരമായ സ്ഥലങ്ങളിൽ പോയി നമ്മൾ ഇത്തരം സെൽഫികളൊന്നും എടുക്കരുത്, അത് നമ്മുടെ മരണത്തിന് വരെ കാരണമാകും. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക, അതിനെക്കുറിച്ച് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ തെറ്റാണ്. അപ്പോൾ ദിവസവും നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നതാണ് പുഴയുടെ ഇവിടെ പോയിരുന്ന സെൽഫി എടുക്കുന്നതിന് ഇടയിൽ വെള്ളത്തിൽ വീണ് മരിച്ചു, മലയുടെ അവിടെ പോയി നിന്ന് സെൽഫി എടുക്കുന്നതിനിടെ കൊക്കയിലേക്ക് വീണ് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അപ്പൊ ഇത്തരം പ്രവൃത്തി തെറ്റാണെന്നും പറഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഈ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാൻ. അടുത്തത് നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരക്കമ്പാറ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചലച്ചിത്ര പ്രദർശനം നടക്കുന്നു. 2026 മാർച്ച് 30 നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് 2026 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടി ഷംല ഹംസയാണ്. ഉദ്ഘാടനം, അതിഥികൾ, കാര്യപരിപാടി തുടങ്ങിയ ഉൾപ്പെടുത്തി പരിപാടിയുടെ നോട്ടീസ് തയ്യാറാക്കുക. അപ്പോൾ നോട്ടീസ് തയ്യാറാക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോളം നിർബന്ധമായും വരയ്ക്കണം. സുവർണ ജൂബിലി ആഘോഷം, അതാണ് ഹെഡിങ്. സുവർണ ജൂബിലി ആഘോഷം അല്ലേ? എവിടെ നടക്കുന്നത്? സുവർണ ജൂബിലി ആണ്. സുവർണ ജൂബിലി ആണ്. പിന്നെ എവിടെ നടക്കുന്ന? ഇന്ന സ്കൂൾ, കാരക്കമ്പാറ ഗവൺമെന്റ് യു പി സ്കൂൾ. അപ്പൊ സ്കൂളിന്റെ പേര് എഴുതുക, കാരക്കമ്പാറ ഗവൺമെന്റ് യു പി സ്കൂൾ, അത് എഴുതുക. അടുത്ത് നിങ്ങൾ പ്രിയപ്പെട്ടവരെ കാരക്കമ്പാറ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കുട്ടിക്ക് ചലച്ചിത്ര പ്രദർശനം എന്ന മുകളിൽ എഴുതണം കേട്ടോ. ചലച്ചിത്ര പ്രദർശനം, സുവർണ ജൂബിലി ആഘോഷം. ചലച്ചിത്ര പ്രദർശനം എന്ന് എഴുതിയാൽ മതി, സുവർണ ജൂബിലി എന്ന് എഴുതണ്ട. നിങ്ങൾ എഴുതേണ്ടത് ചലച്ചിത്ര പ്രദർശനം. നോട്ടീസ് മുകളിൽ കൊടുക്കുക. നോട്ടീസ് ചലച്ചിത്ര പ്രദർശനം, സ്കൂളിന്റെ പേര് കാരക്കമ്പാറ ഗവൺമെന്റ് യു പി സ്കൂൾ, അത്ര എഴുതുക. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, കാരക്കമ്പാറ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചലച്ചിത്ര പ്രദർശനം 2026 മാർച്ച് 30 നടക്കുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായ ഷംല ഹസയാണ്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നിട്ട് അടുത്തത് കാര്യപരിപാടികൾ എന്ന് എഴുതുക.
മനസ്സിലായി പറഞ്ഞത്. ആദ്യം നോട്ടീസ്, ചലച്ചിത്ര പ്രദർശനം, പിന്നെ എവിടെയാണ്, കാരക്കമ്പാറ ഗവൺമെന്റ് UP സ്കൂളിലാണ്. അപ്പൊ അത്രയും മുകളിൽ എഴുതിയിട്ട് വലുതാക്കി എഴുതിയിട്ട് പ്രിയപ്പെട്ടവരെ കാരക്കമ്പാറ ഗവൺമെന്റ് UP സ്കൂളിന്റെ സുവർണ്ണ ജൂബിലിയുടെ ബാക്കി ഇവിടം വരെ എഴുതുക. ഷംല ഹസയാണ്, അത്ര ഹംസയാണ്, സോറി ഹസയല്ല ഹംസയാണ്. ഇനി കാര്യപരിപാടി എഴുതിയിട്ട് എന്തൊക്കെയാണ്, ഉദ്ഘാടനം ചെയ്യുന്നവർ ആരൊക്കെയാണ്, ആതിഥി ആരാണ്, കാര്യപരിപാടി ആരാണ്, കാര്യപരിപാടികൾ എന്തൊക്കെയാണ്, ചലച്ചിത്ര പ്രദർശനം നടക്കുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ആ നോട്ടീസ് തയ്യാറാക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ പോസ്റ്റർ തയ്യാറാക്കാനാണ് AUP ചൂളംപറ്റയിലെ കുട്ടികൾ സോഷ്യൽ മീഡിയ കളിയും കാര്യവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം വിദ്യാലയത്തിൽ നടക്കുന്നത്. 2026 മാർച്ച് 22 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയുടെ പോസ്റ്റർ തയ്യാറാക്കുക. അപ്പൊ ഇതുപോലെ തന്നെ പോസ്റ്ററും തയ്യാറാക്കാവുന്നതാണ്. സോഷ്യൽ മീഡിയ കളിയും കാര്യവും അതിങ്ങനെ നല്ല ഭംഗിയിൽ എഴുതുക. എന്താണ്, എന്നിട്ട് പിന്നെ എന്താ എഴുതുക, എന്നാ നടക്കുന്നത്, 2026 മാർച്ച് 28. സ്ഥലം എവിടെയാണ്, സ്കൂൾ ഓഡിറ്റോറിയം. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് സോഷ്യൽ മീഡിയ കളിയും കാര്യവും ഹ്രസ്വചിത്ര പ്രദർശനം അത്ര എഴുതണം കേട്ടോ. സോഷ്യൽ മീഡിയ കളിയും കാര്യവും ഇതിങ്ങനെ എഴുതണം ഹെഡിങ് പോലെ. എന്നിട്ട് ഹ്രസ്വചിത്ര പ്രദർശനം എന്നും കൂടെ എഴുതിയിട്ട് 2026 മാർച്ച് 28 സ്കൂൾ ഓഡിറ്റോറിയം ഇത്രയും കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പോസ്റ്ററായി ഇത്രയും കാര്യങ്ങൾ എഴുതുക. ഇനി അടുത്തത് വിവരണം. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നൊട്ടു ചിലമ്പിൻ കലമ്പലുകൾ അയ്യയ്യാ വരമ്പിളി പൂങ്കുല മെയിലണിഞ്ഞ കരിമ്പൂതം. കാതിൽ പിച്ചളത്തോട, കഴുത്തിൽ കലപില പാടും പണ്ടങ്ങൾ, അരികിനലുക്കണി ചായ കിരീടം, തലയിലണിഞ്ഞ കരിമ്പൂതം. വള്ളുവനാട് പ്രദേശത്തെ ഉത്സവങ്ങളോടനുബന്ധിച്ച് കെട്ടിയാടുന്ന പ്രധാന കലാരൂപമായ പൂതത്തിന്റെ വരവിനെ ഇടശ്ശേരി വർണ്ണിച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇതുപോലെ നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും കലാരൂപത്തിന്റെ വിവരണം തയ്യാറാക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു കലാരൂപം, നമ്മൾ ഒരുപാട് കലാരൂപങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഓട്ടംതുള്ളല്, പിന്നെ ചാക്യാർകൂത്ത്, അങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മോഹിനിയാട്ടം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാരൂപത്തിന്റെ വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ്. ആരെക്കുറിച്ചാണ്, കാവാലം നാരായണ പണിക്കറിനെ കുറിച്ചാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് തന്നെ ആദ്യം എഴുതുക, കാവാലം നാരായണ പണിക്കർ. അദ്ദേഹം 1928 എവിടെ, ആലപ്പുഴയിലെ കാവാലം എന്ന സ്ഥലത്താണ് എന്ത് ചെയ്തത്, ജനിച്ചത്. അദ്ദേഹം ഗാനരചയിതാവും കവിത എഴുതുന്നതാണ്. നാടകങ്ങളും സംവിധാനവും നിർവഹിക്കുന്ന ആരായിരുന്നു. അല്ല, അതിന് മുമ്പ് എഴുതണം, ആലപ്പുഴ കാവാലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഗോദവർമ്മ, കുഞ്ഞുലക്ഷ്മി എന്നിവരാണ്. പിന്നെ അദ്ദേഹം കേരളത്തിന്റെ നാടോടി പരമ്പരാഗത കലാരൂപങ്ങളെ ആധുനിക നാടകവേദിയുമായി കൂട്ടിച്ചേർത്ത് തിരുവരങ്ങ് നാട്യസംഘം, ധനസ് നാടകവേദിയിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം 2016 അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ ഗ്രാമീണത മിത്തുകളൊക്കെ അദ്ദേഹം ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ, ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. ഇത്രയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.